ദൂരം ഏതേതോ തീരങ്ങളിൽ ഉള്ളം കൈ നിൻ കയ്യിൽ ചേരുമ്പോൾ കാലങ്ങൾ പിൻവാങ്ങിയോ കനലായി മാറുന്നു മൗനം ഇനിയില്ല ഈ മണ്ണിലൊന്നും നെഞ്ചോരം നീ മാത്രം ഉയിരേ ഇനിയും. സൈനിങ് ബൈ അനുമോൾഡി. സൂപ്പർ അനുമോളെ, അടിപൊളി. തോട്ടാരും ഇല്ലേ പറയാന്? തോട്ട് ഞാനുണ്ട് ലക്ഷ്മി. ശരി, ഓക്കെ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാം. Good afternoon all. Good afternoon miss. I am Rashmi. The thought is love begins at home and it is not how much we do but how much love we put in that action. സ്നേഹം വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നാം എത്ര ചെയ്യുന്നു എന്നതല്ല പ്രാധാന്യം, ആ പ്രവർത്തനത്തിൽ നാം എത്ര സ്നേഹം ഉൾക്കൊള്ളിക്കുന്നു എന്നതാണ്. ഏഞ്ചൽ ഓഫ് മേഴ്സി, കരുണയുടെ ദൂത, മദർ ഓഫ് ദി പുവർ, സ്നേഹത്തിന്റെ അമ്മ, മദർ തെരേസ. താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ് മിസ്. മിസ് വന്നാവുന്നത് തോന്നണേ. എന്നാ തോന്നുന്നേ. ജയശേച്ചി ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നിനി ഇംഗ്ലീഷിന്റെ മിസ് എങ്ങാനും ആയിരിക്കൂ? എല്ലാരും പ്രിപ്പയർ ചെയ്തോ ക്ലാസ്? ഇല്ല. മിസ് വന്നു. ഇംഗ്ലീഷിന്റെ മിസ് മതിയോ? താങ്ക് യു മിസ്. ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഗുഡ് ആഫ്റ്റർനൂൺ. ക്ലാസ് എടുക്കാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. പ്രിപ്പറേഷൻ അതാണോ കുറച്ച് പേര് കയറിയേക്കണേ? അറിയില്ല മിസ് എന്താണെന്ന്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുറവാണ്. 24 ഒക്കെയാണ്. ഇപ്പൊ 30 ഉണ്ടായിരുന്നു, ഇപ്പൊ 24 ഒക്കെ കാണുന്നത്. ഇംഗ്ലീഷിന്റെ മിസ്സിനെ ഹാൻഡ് ഓവർ ചെയ്യണോ? നിങ്ങൾ മിസ്സിനെ പ്രതീക്ഷിച്ചിരിക്കില്ലായിരുന്നോ? അങ്ങനെയൊന്നും വേണ്ട മിസ്. സൗണ്ടില്ല. ഞാൻ വിചാരിച്ച പ്രേയറൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. മിസ് പ്രയർ ചെയ്യില്ലേ? ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒക്കെ പ്രിപ്പറേഷൻസ് എവിടെയും വരെയായി? നടന്നുകൊണ്ടിരിക്കുന്നു മിസ്. സോ ക്രിസ്മസ് കേൾക്കുമ്പോ ആദ്യം മനസ്സിലേക്ക് വരുന്ന സോങ് ഏതാ? ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ആ സോങ് മിസ്. ഓക്കെ, സോ ഹിയർ ഈസ് യുവർ ആക്ടിവിറ്റി. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരിക്കും അല്ലേ? ഞാനായിരിക്കും നിങ്ങളുടെ ക്ലാസ്സില്. എല്ലാവരും നെക്സ്റ്റ് മൺഡേ സോങ്ങിന് നിങ്ങളുടേതായ രീതിയിൽ മ്യൂസിക് ചെയ്യുക. ഓക്കെ മിസ്. നമ്മള് കേൾക്കാത്ത മ്യൂസിക് ആയിരിക്കണം കേട്ടോ. ഇച്ചിരി ഒന്ന് ഇംപ്രവൈസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അമ്മമാർക്ക് ബേബീസ് ഉണ്ടാവുന്ന സമയത്ത് കുട്ടികളെ പാട്ട് പാടാത്തവരാണെങ്കിലും കുട്ടികളെ ഉറക്കാനായിട്ട് അവർ പാട്ട് പാടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ മ്യൂസിക് ഒരു ടോൺ ഒക്കെ പറയില്ലേ? ഇതുവരെയും കേൾക്കാത്ത പല മ്യൂസിക് ഒരു ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ നമുക്കിത് ശരിക്കും അതൊരു രസമായിരിക്കും. ജിംഗിൾ ബെൽസ് നിങ്ങളുടേതായ രീതിയിലൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ കേട്ടിട്ടുള്ള പല സോങ്ങിന്റെ മ്യൂസിക് ഒക്കെ ചേർത്ത് ഇംപ്രവൈസ് ചെയ്യാം. പക്ഷെ കേൾക്കുമ്പോ അതുപോലെ തോന്നരുതെന്നേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിലെ റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് അല്ലേ പറഞ്ഞിരുന്നത്? മുഴുവൻ കഴിഞ്ഞിരുന്നോ? സ്റ്റോറി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? സ്റ്റോറി കഴിഞ്ഞോ? മുഴുവനായോ?
യെസ്, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. സ്റ്റോറി വരെ ആയിട്ടും കമ്പാരിസൺ സ്റ്റോറി വരെ കമ്പാരിസൺ സ്റ്റോറി ആയിരുന്നു മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പൂക്കൾ തമ്മിലുള്ള സ്റ്റോറി. ആ റൈംസ് ഒക്കെ എഴുതി തുടങ്ങിയോ? ഭാവനയൊന്നും വന്നില്ല മാം. തുടങ്ങി മിസ്, തുടങ്ങി. അവരെ വന്നോളൂ. ഭാവനയായിട്ട് 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും മിസ്. അതെ, ചെറുതായിട്ട് തുടങ്ങിയ മിസ്, അത്രേ ഉള്ളൂ. അത് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ കമ്പാരിസൺ സ്റ്റോറി ആയിരുന്നു പറഞ്ഞത് അല്ലെ. ഓരോ സ്റ്റോറിക്കും ഓരോ ഇല്ലുസ്ട്രേഷൻ, ഓരോ പിക്ചർ, അത് മറക്കരുത്. നിങ്ങൾക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം, വരയ്ക്കാം, ട്രേസ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. നോ പ്രോബ്ലം. നെക്സ്റ്റ് സ്റ്റോറീസ്. യെസ്, നമ്മൾ ആ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട പിക്ചർ വേണം ഒട്ടിക്കാൻ. അതെ 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 അതെ. ഇപ്പൊ നമ്മളൊരു ബേർഡിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ ബേർഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വേണം. നെക്സ്റ്റ് സ്റ്റോറി സോങ്, അതായത് ഒരു പാട്ട് തന്നെയാണ്, പക്ഷെ അതിലൊരു കഥ. മിസ്സേ ലോങ് സ്റ്റോറി പറഞ്ഞില്ലായിരുന്നു? ലോങ് സ്റ്റോറി. ആ, ലോങ് സ്റ്റോറി, നീണ്ട കഥ എന്നൊക്കെ പറയണല്ലോ അല്ലെ. ലോങ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ സിറ്റുവേഷൻസ്, അതായത് ഒരു നീണ്ട കഥയാണല്ലോ, കുറെ ഇൻസിഡൻസിനെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള നമ്മളൊരു കഥ ചെയ്യണം. ഞാനിവിടെ ഒരു കുട്ടിയും അവളുടെ ഒരു പെറ്റിനെ കുറിച്ചാണ് കഥ എഴുതിയത്. മീന ആൻഡ് ഹെർ പെറ്റ്. അത്ര ലോങ് എന്ന് പറയാനൊന്നുമില്ല, എനിക്ക് 2 പേജേ അത് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാട്ടോ. മീന ഒരു പാവം പെൺകുട്ടിയായിരുന്നു. ചെറിയൊരു വില്ലേജിലായിരുന്നു താമസിച്ചിരുന്നത് പാരന്റ്സുമായിട്ട്. അച്ഛനൊരു കോബ്ലർ ആയിരുന്നു. ഷൂ ഒക്കെ മെന്റ് ചെയ്യുന്ന, ചെരുപ്പൊക്കെ മെന്റ് ചെയ്യുന്ന ആള്. അമ്മ ഒരു ടൈലർ ആയിരുന്നു. മീന അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു. എല്ലാരെയും റെസ്പെക്ട് ചെയ്യും, കെയർ ചെയ്യും. എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ ടൈം കഴിയുമ്പോൾ വീട്ടിലെ അമ്മയെ അവള് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു മീന. ഞാനൊരു പടമൊക്കെ വരച്ചിട്ടുണ്ട് മീനയില്. സോ മിസ് വരച്ചതല്ല, ട്രേസ് ചെയ്തതാ. കുട്ടികൾ കളർ ചെയ്ത് തന്നു. ഓക്കെ, ഒരു ദിവസം മീന ഇത് കളർ ചെയ്തത് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടാട്ടോ. പക്ഷെ നമുക്കൊന്നും സ്മഡ്ജ് ആയിട്ടില്ല. എത്രയോ വർഷം മുമ്പ് ഓയിൽ പേസ്റ്റൽ യൂസ് ചെയ്തതാ. അതേസമയം ക്രയോൺസ് ആണെങ്കിൽ ഇച്ചിരി പ്രശ്നമായിരിക്കും. ഞാൻ ഫസ്റ്റ് ഒരു പിക്ചർ ക്രയോൺസ് ചെയ്തു. അത് കുറച്ചൊന്ന് സ്മഡ്ജ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പേജിലേക്ക് അതിന്റെ ഒരു കളറൊക്കെ ആയിട്ടുണ്ട്. എഴുതിയതിലേക്കൊക്കെ കുറച്ച് കളറായി. അങ്ങനെയാണ് അത് ഫസ്റ്റ് പിക്കായിരുന്നു. അപ്പൊ ക്രയോൺസ് മാറ്റിയിട്ട് ഓയിൽ പേസ്റ്റൽസ് ചെയ്തു. അതിന്റെ കൂടെ ഒരു ഇങ്ങനെ ഉരയ്ക്കുന്ന ഒരു സാധനം കിട്ടുമല്ലോ ഓയിൽ പേസ്റ്റലിന്റെ കൂടെ, സ്ക്രിബിൾ അങ്ങനെ ചെയ്യുന്ന. അപ്പൊ നമുക്ക് എക്സസ് ആയിട്ടുള്ള ആ വാക്സിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട്, അപ്പൊ പേപ്പർ ഇങ്ങനെ പൊങ്ങി നിൽക്കില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും. ആ ക്രയോൺസിന്റെ തടിപ്പൊന്നും ഉണ്ടാവില്ല. മാത്രല്ല അല്ലെ, ഇടയ്ക്ക് നമ്മൾ കളർ ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഈ ചെറിയ ഉണ്ട പോലത്തെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അതെ. ഓക്കെ, അപ്പൊ ഞാൻ ലോങ് സ്റ്റോറിയിൽ പറഞ്ഞപ്പോ മീന ഒരു ദിവസം സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് അവളൊരു ചെറിയൊരു കരച്ചില് കേട്ടു. ഒരു പൂച്ചക്കുഞ്ഞിന്റെ കരച്ചില്. ഞാൻ ചെന്ന് നോക്കിയപ്പോ ഒരു ചെറിയൊരു കിറ്റൺ. അങ്ങനെ അവൾ നോക്കിയപ്പോ അതിന്റെ അടുത്ത് വേറെ ഒന്നിനെയും കണ്ടില്ല. അതിന്റെ മദർ ക്യാറ്റിനെ ഒന്നും കണ്ടില്ല. അങ്ങനെയപ്പോ അവൾ എന്ത് ചെയ്തു, ആ പൂച്ചക്കുഞ്ഞിനെയും കൊണ്ട് വിശന്നിട്ടാ കരയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അതിനെയും കൊണ്ട് വീട്ടിലേക്ക് പോന്നു. എന്നിട്ട് അതിന് കുറച്ച് പാലൊക്കെ കൊടുത്തു. അങ്ങനെ മീനക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ മീനെ അത് ഇങ്ങനെ നക്കാൻ തുടങ്ങി സ്നേഹം കൊണ്ട്. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സായി.
ഈ മീന എവിടെ പോയാലും ഈ പൂച്ചക്കുഞ്ഞ് മീനയെ ഫോളോ ചെയ്യും, സ്കൂൾ വരെയും പോകും, തിരിച്ചവള് വരുമ്പം വഴിയിലുണ്ടാകും. അങ്ങനെ അങ്ങനെ ദിവസവും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ദിവസം മീന സ്കൂളിൽ നിന്നും തിരിച്ചു വരാൻ നേരത്ത് ഈ പൂച്ചക്കുഞ്ഞ് സ്കൂളിന്റെ ഗേറ്റിൽ വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ ഈ പൂച്ചക്കുഞ്ഞിനെ കണ്ടില്ല. അവൾക്ക് ഭയങ്കര വിഷമായി. അവൾ അവിടെ മുഴുവൻ നോക്കി, വീട്ടിലേക്ക് ഓടിച്ചെന്നു. വീട്ടിലായിരിക്കുന്ന കരുതി വീട്ടിൽ നോക്കി, പക്ഷെ എവിടെയും കണ്ടില്ല. എല്ലായിടത്തും നോക്കി, പല ദിവസങ്ങൾ അവള് നോക്കി. പാരന്റ്സും ഭയങ്കര ടെൻഷനായി മീനയുടെ വിഷമം കണ്ടപ്പോ. അവരെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കി. അവള് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കുറേ ദിവസം. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം മീന സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അവളൊരു പൂച്ചയുടെ കരച്ചിൽ കേട്ടു. മറ്റേ കിറ്റന്റെ കരച്ചിലല്ല, വലിയൊരു പൂച്ചയുടെ കരച്ചിൽ കേട്ടു. നിയർ ബൈ ബുഷ്, ഒരു കുറ്റിക്കാട്ടിൽ നിന്ന്. അവള് വേഗം അങ്ങോട്ട് ചെന്നപ്പോ അവിടെ ഒരു വലിയ അമ്മപ്പൂച്ച കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടുത്ത് ഇവളുടെ ആ പെറ്റ് അതിന്റെ അടുത്തുണ്ടായിരുന്നു. ഓക്കെ, അവൾക്ക് മനസ്സിലായി അത് ആ കിറ്റന്റെ മദർ ക്യാറ്റ് ആണെന്ന് മനസ്സിലായി. ആ മദർ ക്യാറ്റിന് എന്തോ ഒരു വൂണ്ട് ഉണ്ടായി ബോഡിയിൽ, അതിന്റെ പെയിൻ കൊണ്ടാണ് ഈ അമ്മപ്പൂച്ച കരയുന്നതെന്ന് മനസ്സിലായി. അപ്പൊ അവളുടെ പെറ്റ് കിറ്റൺ ഇവളെ ഇങ്ങനെ ദയനീയമായി നോക്കി, സഹായിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ നോക്കി. അങ്ങനെ അവള് വേഗം വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവൾ അവളുടെ അച്ഛനോടും അമ്മോടും കാര്യം പറഞ്ഞു. അവർ പാരന്റ്സും അവളുടെ കൂടെ വന്ന് 2 പൂച്ചയും പൂച്ചക്കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ വൂണ്ടില് മരുന്നൊക്കെ വെച്ചു. ഭക്ഷണവും പാലും എല്ലാം കൊടുത്ത് 2 പൂച്ചയും അവര് നോക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അമ്മ പൂച്ച റിക്കവർ ആയി. അങ്ങനെ കിറ്റൺ ഭയങ്കര ഹാപ്പിയായി, മീനയുടെ കൂടെ വീണ്ടും കളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവൾക്കിപ്പോ 2 പെറ്റ്സ് ഉണ്ട്, ഈ മദർ ക്യാറ്റും അതുപോലെ തന്നെ കിറ്റൺ. മിസ്, എനിക്ക് ഇതേപോലെ ഉണ്ടായിരുന്നു. പൂച്ചക്കുട്ടികൾ കരയുമ്പോ എവിടെയാണെന്ന് നോക്കി നടക്കും, എന്നിട്ട് പറ്റിയ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഓർമ്മ വന്നു മിസ്. അതെ അതെ, റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളുടെ ലൈഫിൽ പലതും ഇതുപോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറി സോങ് അല്ലേ? യെസ്, അതൊരു 12-18 ലൈൻസ് മതി, കാരണം സോങ് ആണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എഴുതിയത് 12 to 18 ലൈൻസ്. ഞാൻ എഴുതിയത് ഒരു സിംഗിങ് പാരറ്റ്. Once a farmer got a parrot. He put it in a cage. The parrot sang all the time, "Make me free, make me free. I wish to fly high." The farmer said, "No, no, no, you sang for me." One day the farmer sleeping under the tree. Then a snake came near to him. The parrot sang, "Wake up, snake is coming near to you." Farmer woke up suddenly and got inside his home. He thanked the parrot and let her free. She sang, "I wish to fly high." ഞാൻ വരച്ചത് ഒന്ന് കൂട്ടിലും ഒന്ന് പുറത്തും. ഓക്കെ, സോ അങ്ങനെ ഒരു നല്ല നമുക്ക് എല്ലാ കഥയിലൂടെയും കുട്ടികൾക്ക് ഒരു മോറൽ വാല്യൂസ് കിട്ടണം. ആ രീതിയിലുള്ള കഥയായിരിക്കും നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണോ അടുത്തത്? ഇല്ല, സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്. ഞാൻ ഓർഡറിലല്ല എഴുതിയത്, അതാണ് ഞാൻ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് വിചാരിച്ചത്. ഈ സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കഥ എടുക്കാം. സയന്റിഫിക് നോളജ് തരുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻസിഡന്റോ അങ്ങനെയുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഞാൻ എഴുതിയത് കുട്ടികളുടെ തന്നെ ബുക്കിലെ ഒരു മലയാളം ബുക്കിലുണ്ടായിരുന്നു. എക്സ്റേയുടെ ഒരു കണ്ടുപിടുത്തത്തിന്റെ അവരുടെ മലയാളത്തിന്റെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ഏതോ ഒരു ക്ലാസ്സിലെ, ചെറിയ ക്ലാസ്സിലെ കേട്ടോ. അൺനോൺ റേ എന്നും പറഞ്ഞിട്ട് മറ്റേ റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചതിന്റെ ആ ഒരു ഇൻസിഡന്റ്. അപ്പൊ അത് ആ ബുക്കിലെ വായിച്ചിട്ട് ഞാൻ പിന്നെ അത് മലയാളത്തിലേക്ക് ആവശ്യമുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, എവിടെന്നെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം. തന്നെത്താനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതല്ലോ, സയന്റിഫിക് നോളജിന്റെ അല്ലേ. അടുത്തതും നിങ്ങൾക്ക് അതുപോലെ തന്നെ എടുക്കാം. മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. ഇത് ഞാൻ അവരുടെ മലയാളം ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു തുള്ളി വെള്ളം എന്നും പറഞ്ഞിട്ടൊരു BR അംബേദ്കർ, ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മലയാളം ടെക്സ്റ്റ് ചെയ്ത് എനിക്ക് കുട്ടികളുടെ കിട്ടിയതാണ്. ഇങ്ങനെ അന്നത്തെ ഒരു അൺടച്ചബിലിറ്റി അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് ചെറിയ അംബേദ്കർ ഭയങ്കര വെയിലുള്ള ദിവസമായിരുന്നു. അന്നത്തെ ദിവസം അവൻ ചപ്പാത്തിയാ കഴിച്ചത്. അപ്പൊ ഭയങ്കരമായിട്ട് വെള്ളം ഭയങ്കര ദാഹിക്കുകയായിരുന്നു. അപ്പൊ
അപ്പൊ അവൻ ഓർത്തു, അവന്റെ ആന്റി പറഞ്ഞത്, എനിത്തിങ് വിത്ത് വീറ്റ് വി ആർ ഹാവിങ് ഫുഡ് വി വിൽ ഫീൽ മോർ തേഴ്സ്റ്റ്. രാവിലെ ചപ്പാത്തി അല്ലേ കഴിച്ചു, ഗോതമ്പിന്റെ എന്ത് കഴിച്ചാലും നമുക്ക് ഭയങ്കര ദാഹം തോന്നി. അങ്ങനെ അവൻ അവിടെ ഒരു പബ്ലിക് വെൽ ഉള്ളത് അറിയായിരുന്നു. അതിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോ ഭയങ്കര ശബ്ദം കേട്ടപ്പോ പേടിച്ചു പോയി. നോക്കിയപ്പം ആൾക്കാര് ഇവനെ തല്ലാനായിട്ട് വടി എറിയാനായിട്ട് തല്ലും ഒക്കെ ആയിട്ട് വരുന്നു. അത് കണ്ടപ്പം പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം എന്താന്ന് വെച്ചാല് അവൻ ആൾക്കാര് പറഞ്ഞത് ഞങ്ങളുടെ കിണറാണ്, നീ അത് തൊട്ട് അശുദ്ധമാക്കി എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് അവര് കുട്ടിയുടെ നേരെ ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെ അവൻ ഓടിപ്പോയി അവിടെ നിന്ന്. അവന് ഭയങ്കര വിഷമായി. കാരണം എങ്ങനെയൊക്കെയോ അവൻ വീട്ടിൽ തിരിച്ചെത്തി. അവൻ ഭയങ്കരമായിട്ട് ബോഡി വല്ലാതെ പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലും കൂടുതൽ മനസ്സായിരുന്നു വേദനിച്ചത്. അന്ന് ഡിസിഷൻ എടുത്തു, ദിസ് ഇസ് ക്രൂവൽ ആൻഡ് ഇൻജസ്റ്റിസ്, ഐ വിൽ ഡെഫിനറ്റ്ലി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് വിൽ ചേഞ്ച് ഇറ്റ് ഫോർ എവർ. അങ്ങനെ ആ കുട്ടി അങ്ങനെ ഒരു പ്രതിജ്ഞ പോലെ എടുത്തു. ആ ബ്രേവ് ബോയ് ആയിരുന്നു പിൽക്കാലത്ത് നമ്മൾ അറിയപ്പെടുന്ന, നമ്മളുടെ പുവർ പീപ്പിളിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തതും, നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു എന്താ പറയാ ശില്പി എന്ന് തന്നെ പറയാം. അതായിരുന്നു ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ. ഇതും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ സയന്റിഫിക് നോളജ് തരുന്ന സ്റ്റോറി, മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. മിസ്സേ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇല്ലേ മിസ്സേ, ആദ്യത്തെ മറ്റേ ഹിസ്റ്റോറിക്കൽ അതേപോലെ മിത്തോളജിക്കൽ സ്റ്റോറിയും അതുപോലെ പിക്ചോറിക്കൽ സ്റ്റോറി, നോമാദ് സ്റ്റോറി, പിന്നെ ഈ ലാസ്റ്റ് രണ്ടെണ്ണം അല്ലേ, അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം അല്ലെ, കോപ്പി ചെയ്യാം അല്ലെ? യെസ്, ചെയ്യാം. ഓക്കെ. നോമാഡ് സ്റ്റോറി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് ഒരു സ്റ്റോറി അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്. ഓക്കെ, ഞാൻ എഴുതിയ കഥയിൽ ക്യാരക്ടേഴ്സ് ഒരു ഡിയർ, ഒരു മാൻ, പിന്നെ ഒരു ക്രോ, പിന്നെ ഒരു സ്നേക്ക്. ഫ്രണ്ട്ഷിപ്പ് അതായിരുന്നു സ്റ്റോറിയുടെ പേര്. ഒരു 2 പാരഗ്രാഫ് ചേർത്ത് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലായിട്ടൊന്നും ഇലാബറേറ്റ് ചെയ്തിട്ടൊന്നും എഴുതിയിട്ടില്ല. ചെറിയൊരു കഥ. 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു ക്രോവും ഒരു ഡീറും. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. അവിടുത്തെ ഒരു ട്രീയിൽ ഒരു നെസ്റ്റ് ഉണ്ടാക്കി അതിലായിരുന്നു ഈ കാക്ക ജീവിച്ചത്. ആ ഒരു പോണ്ടിന്റെ അടുത്തായിട്ട്. അപ്പൊ ഈ എല്ലാ ദിവസവും ഡിയർ കാക്കയുടെ സ്ഥലത്ത് വരും. അവർ കുറേ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും. ഒരു ദിവസം അവരിങ്ങനെ ആ ട്രീയുടെ താഴെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പാമ്പ് ഇങ്ങനെ പെട്ടെന്ന് അവരുടെ മുന്നിൽ വന്ന് വീണു. ഒരു കഴുകൻ ഇങ്ങനെ കുത്തിക്കൊണ്ട് അങ്ങോട്ട് പോവുമായിരുന്നു. അതിന്റെ ക്ലോസിൽ നിന്ന് അത് രക്ഷപ്പെട്ട് താഴേക്ക് വീണു. അത് ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വൂൺസ് ഉണ്ടായിരുന്നു നിറയെ ദേഹത്ത്. ചെറുതായിരുന്നു, അതിന് എഴയാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര പെയിൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഈ കാക്കയ്ക്കും ഈ മാനിനും ഭയങ്കര വിഷമം തോന്നി. അവർ ആ സ്നേക്കിനെ ടേക്ക് കെയർ ചെയ്തു. അതിന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ ഡീറ് കുറ്റിക്കാട്ടിൽ പോയി എന്തോ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ വെച്ച് ഇതാക്കി അതിന്റെ വൂണ്ടൊക്കെ അവർ കെയർ ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ സ്നേക്കിന്റെ വൂണ്ട് നല്ലപോലെ ക്യൂർ ആയി. അത് ഭയങ്കര ഹാപ്പിയായി. അത് ക്രോയിനും ഡീറിനും താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പം ആ സ്നേക്ക് പറഞ്ഞു, നിങ്ങളുടെ കൂടെ എനിക്കും ജീവിക്കണം എന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, അപ്പൊ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറയും. അങ്ങനെ ക്രോവും ഡീറിനും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അവരെ ഒരുമിച്ച് ആ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിച്ചു. ഇത്രയേ ഉള്ളൂ എന്റെ കഥ. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചായിരുന്നു. സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ് എന്നുള്ളത് ഞാൻ എഴുതിയതാണ്. നെക്സ്റ്റ്, എനി അതർ സ്റ്റോറി. ഈ എനി അതർ സ്റ്റോറിയുടെ പിക്ചർ ഞാൻ കളക്ട് ചെയ്തത് കുട്ടികളുടെ EVSന്റെ ടെക്സ്റ്റ് ചെയ്തായിരുന്നു. അതിന് ഞാൻ റീക്രിയേറ്റ് ചെയ്തു. കഥയ്ക്ക് വേണ്ടിയിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്തു. ആ EVSന്റെ ടെക്സ്റ്റിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫുഡ് ക്രോപ്സ് ഉണ്ടാകുന്നത്, അതായത് നമ്മൾ ഈ എന്താ പറയാ ധാന്യം വീറ്റൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാന്നുള്ള രീതിയിൽ ആ പ്രോസസ്സിനെ കുറിച്ചായിരുന്നു അവർക്ക് ഉണ്ടായത്. ഞാൻ അത് കളക്ട് ചെയ്തിട്ട് ഞാൻ അതിനൊരു കഥയാക്കി മാറ്റി. ഇതായിരുന്നു പിക്ചേഴ്സ്. കാണാൻ 4 പിക്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ 4നെ സ്റ്റോറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്. ഒരു ഓൾഡ് ഫാർമർ ഉണ്ടായിരുന്നു. ഞാൻ ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് അതായിരുന്നു ഞാൻ കൊടുത്ത ക്യാപ്ഷൻ ടൈറ്റിൽ. ഒരു ഓൾഡ് ഫാർമർ ഉണ്ടായിരുന്നു. അയാൾ വളരെ പുവർ ആൻഡ് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും നല്ലപോലെ വർക്ക് ചെയ്യും. പക്ഷെ അതിനനുസരിച്ച് റിസൾട്ട് ഒന്നും ആൾക്ക് കിട്ടാറില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ദിവസം അദ്ദേഹം ഈ
ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സ് അവിടെ നിന്ന് കിട്ടി. ബോക്സ് തുറന്നു നോക്കിയപ്പോ അതിനകത്ത് ഒരു ചെറിയ പീസ് നോട്ട്, ഒരു പേപ്പർ പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ പേപ്പർ പീസ് എടുത്ത് തുറന്നു നോക്കിയപ്പോ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വെയിറ്റ്, ലക്ക് വിൽ കം ടു യു സൂൺ എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഫാർമർ ഒന്ന് ആലോചിച്ചു എന്തിന്റെ മീനിങ് എന്താന്ന് ആലോചിച്ചു. പിന്നെ അയാൾ അത് വിട്ടിട്ട് അയാൾ ബാക്ക് ടു ഹിസ് വർക്ക്. അടുത്ത ദിവസം അദ്ദേഹം ജോലിക്കായിട്ട് ഫാമിലിക്ക് വന്ന സമയത്ത് വേറൊരു ബോക്സ് അവിടെ നിന്ന് കിട്ടി. അത് തുറന്നു നോക്കിയപ്പം അതിൽ കുറച്ച് സീഡ്സ് ഉണ്ടായിരുന്നു, വിത്ത്. അദ്ദേഹം എന്ത് ചെയ്തു, ഫാർമർ ആണല്ലോ, സീഡ് കിട്ടിയ ഉടനെ തന്നെ ആ സീഡ്സ് എല്ലാം പാകി. എന്നിട്ട് അത് നല്ലപോലെ ദിവസവും നനയ്ക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ സീഡ്സ് എല്ലാം സ്പ്രൗട്ട് ചെയ്തു, മുള പൊട്ടി. അതെല്ലാം വലിയ ബിഗ് ക്രോപ്സ് ആയിട്ട്, ഹാർഡ് ആൻഡ് സ്ട്രോങ് ക്രോപ്സ് ആയിട്ട് അതെല്ലാം നല്ലപോലെ വളരാൻ തുടങ്ങി. ഓക്കെ, അത് നല്ല ഗോൾഡൻ കളറിലായി. ഈ ഗോതമ്പ് മണികൾ നല്ല ഗോൾഡൻ കളറിലായി. അതിനെ പിന്നെ അദ്ദേഹം കട്ട് ചെയ്ത് സ്റ്റോക്സ് ആക്കി. അപ്പൊ നിറയെ ബിഗ് സാക്സ് ഓഫ് ഗ്രെയിൻസ്, കുറേ ചാക്ക് ധാന്യം കിട്ടി. അങ്ങനെ അത് വിറ്റ് അതിൽ നിന്നും അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ തന്നെ ക്യാഷ് മണി ഏൺ ചെയ്തു. അപ്പൊ അയാൾക്ക് മനസ്സിലായി ആ നോട്ടിന്റെ മീനിങ് എന്താന്നുള്ളത് മനസ്സിലായി. അയാൾ ഭയങ്കര ഹാപ്പിയായി. അയാൾക്ക് കിട്ടിയ ഏണിങ്സിന്ന് ഒരു പോർഷൻ പുവർ ആൻഡ് നീഡി അവർക്ക് കൊടുത്തു. പിന്നെ അദ്ദേഹം വളരെയധികം നന്ദി, എല്ലാരും അദ്ദേഹത്തോട് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തു. അങ്ങനെ ഫാമർ വീണ്ടും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിച്ചു, മറ്റുള്ളവരെ സഹായിച്ചു. ഇതായിരുന്നു ഞാൻ ആ ഒരു കഥ. ഓക്കെ, അപ്പൊ അത്രയും കഥകൾ കഴിഞ്ഞു. ഇനി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് അടുത്തത് നമ്മളെ നോവൽ. നോവലും എനിക്കിങ്ങനെ കാര്യമായ ഭയങ്കര കോൺട്രിബ്യൂഷൻ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ വരണം അല്ലെ നോവലില്. ഞാൻ നോവലിനെ ചാപ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചെറിയ കഥ പോലെ തോന്നിയുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 2 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നോവൽ എഴുതിയത്. നോവൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ടന്റ്സ് കൊടുക്കാം. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് there should be at least 3 illustration in each chapter. അങ്ങനെ വേണമെന്നില്ല, ഒരു പിക്ചർ ആയാലും മതി. ഞാൻ ഓരോ പിക്ചറെ ഓരോ ചാപ്റ്ററിനും വെച്ചുള്ളൂ. 1 പിക്ചർ മതി കേട്ടോ. 3 ഇതാണ് നമ്മുടെ നോട്ട്സിൽ തന്നിരിക്കുന്നത്. നോവല് ചാപ്റ്റർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കും. എന്റെ നോവലിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുട്ടികളെ കുറിച്ചാണ്. ട്വിൻസ് ആണ്, ബോയ് ആൻഡ് ഗേൾ, റീനു ആൻഡ് റിയാൻ. ടൈറ്റിലും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്, റീനു ആൻഡ് റിയാൻ. ഓക്കെ, അവരൊരു സ്മോൾ ടൗണിലാണ് ജീവിച്ചിരുന്നത്. നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അവർ രണ്ടുപേരും. അവര് പരസ്പരം നല്ല സ്നേഹത്തോടെയൊക്കെയാണ് കെയർ ഒക്കെ ചെയ്താണ് ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അവർ പഠിക്കാനും നല്ല മിടുക്കരായിരുന്നു. പിന്നെ പരസ്പരം അവർ സ്റ്റഡീസിലും ഹെൽപ്പ് ചെയ്യും. എവറി ഡേ അവര് രാവിലെ എഴുന്നേൽക്കും. അമ്മയുടെ ഹെൽപ്പോട് കൂടി സ്കൂളിലേക്ക് റെഡിയാകും. പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ ഹോംവർക്ക് ചെയ്യും. അതിനുശേഷം കളിക്കാൻ പോകും. ഈവനിങ് ടൈം, പ്രെയർ ടൈം അവർ ഫാമിലിയോട് കൂടി ചേർന്ന് അവരുടെ പ്രെയർ പറയും. അങ്ങനെയൊക്കെയുള്ള അവരുടെ കുറെ റൊട്ടീൻ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മളിത് കുട്ടികളിലേക്ക് പറയുമ്പോഴേക്കും അവരുടെ ഉള്ളിലും ആ ഒരു തോട്ട്സ് ഒക്കെ നല്ലപോലെ വരുമല്ലോ. അപ്പൊ അങ്ങനെ ഫാമിലിയായിട്ട്, അവരുടെ ഫാമിലിയിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും അവരുമായിട്ട് കഥ പറയുന്നത് കേൾക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ചാപ്റ്റർ 2 ആണ്, ഒരു ഇൻസിഡന്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചാപ്റ്റർ 2 വെച്ചത്. അതൊരു സാറ്റർഡേ ആയിരുന്നു. അവർക്ക് ഹോളിഡേ ആയിരുന്നു. അവര് മുറ്റത്തിരുന്ന് കളിക്കുമായിരുന്നു. അവരുടെ അമ്മ കിച്ചണിലായിരുന്നു. അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ റൊട്ടീൻ ചെക്കപ്പിന് പോയിരിക്കുകയായിരുന്നു. അമ്മ കുറച്ച് കുക്കീസ് ഉണ്ടാക്കുമായിരുന്നു കിച്ചണിൽ നിന്ന്. കുക്കീസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ കളിക്കുന്ന കുട്ടികൾക്ക് കൊണ്ടുപോയി അമ്മ അത് കൊടുത്തു. അപ്പൊ കുട്ടികൾ നല്ല കുക്കീസ് നല്ലപോലെ എൻജോയ് ചെയ്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പോ ഒരു കാക്ക ഈ റീനു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അത് സ്നാച്ച് ചെയ്തു, അവളുടെ കയ്യിൽ നിന്നും. പെട്ടെന്നായപ്പോഴേക്കും റീനു ഭയങ്കരമായിട്ട് പാനിക് ആയിപ്പോയി. കൈ മുറിയുകയും ചെയ്തു. ചെറിയ കൈയല്ലേ, മുറിഞ്ഞ ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. റീനും റിയാനും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അങ്ങനെ റീനു ഭയങ്കര ഉറക്ക കരഞ്ഞു, വേദന കൊണ്ട് കരഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ അങ്ങോട്ട് പാനിക് ആയതുകൊണ്ടായിരിക്കും അൺകോൺഷ്യസ് ആയിപ്പോയി.
അമ്മ പെട്ടെന്ന് തന്നെ ഓടി വന്നു, നൈബേഴ്സിന്റെ ഹെൽപ്പോട് കൂടി അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ തന്നെ ശരിയാകും. പക്ഷെ റിയാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അവൻ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ റീനുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു. അവളുടെ അടുത്ത് തന്നെ ഇരുന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി റീനു കണ്ണ് തുറന്നു. അപ്പൊ റിയാൻ സന്തോഷമായി അവളെ ഹഗ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി പോകുന്നു. അവര് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ അമ്മ അവർക്ക് നല്ല കുക്കീസ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. രണ്ടുപേരും അത് കഴിച്ചു, ഹാപ്പിയായി. വലിയ നോവൽ എന്ന് പറയാനില്ല, 2 ചാപ്റ്റർ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു എന്നേ ഉള്ളൂ. കൂടുതൽ ആഡ് ചെയ്യാട്ടോ. നോവൽ എന്ന് പറയുമ്പോൾ അറിയാലോ വലുതല്ലേ. നെക്സ്റ്റ് വൺ ഡ്രാമ. ഓക്കെ, ഡ്രാമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീൻ 1, സീൻ 2 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഡ്രാമ ചെയ്യുന്നത്. നമുക്ക് ഈ ഡ്രാമയൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാട്ടോ. ഇതെല്ലാം നമുക്ക് റോൾ പ്ലേ ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാം. ഇതെല്ലാം റിയൽ ആയിട്ടുള്ള ലൈഫില് നടക്കുന്നതും നടക്കാൻ ഇടയുള്ള സാഹചര്യങ്ങളും എല്ലാം ആണല്ലോ മിക്കതും. ഓക്കെ, ഡ്രാമയില് നമ്മള് എന്താ പറയാ ഡയറക്റ്റ് സ്പീച്ച് ആണല്ലേ, ഒരു കോൺവെർസേഷൻ പോലെയല്ലേ ഡ്രാമയിലെ സ്ക്രിപ്റ്റ് വരുന്നേ? ആണോ? അതെയോ? കഥ എഴുതുന്ന പോലെ നമ്മൾ ഡ്രാമ എഴുതില്ല, ഒരു ഡയറക്റ്റ് സ്പീച്ച്, ഒരു കോൺവെർസേഷൻ പോലെ. ഫോർ എക്സാമ്പിൾ, ഇവിടെ സീൻ 1 അമ്മയും അച്ഛനും കൂടെ സംസാരിക്കുന്ന സീൻ ഉണ്ട്. അപ്പൊ നമ്മൾ മദർ എന്നിട്ടിട്ട് ഫുൾ കോളൻ ഇടും. എന്നിട്ട് കോഡ്സില് ലുക്ക് നോ വൺ ഈസ് ഹിയർ ഫോർ ടീന ടു പ്ലേ, ലെറ്റ് us go out somewhere. ഞാൻ എഴുതിയ സീൻ 1 ടീനാസ് ഹോം, അതാണ് സീൻ 1, ടീനയുടെ വീട്. ആ സീനിൽ കാണുന്നത് ടീന ഒരു ഡോളുമായിട്ട് അവളുടെ സ്റ്റഡി റൂമിലിരുന്ന് കളിക്കുന്നു. പാരന്റ്സ് ലിവിംഗ് റൂമിൽ ഇരിക്കുന്നു. അമ്മ അച്ഛനോട് പറയുകയാണ്, മദറിന് എഴുതിയിട്ട് നമ്മള് ഫുൾ കോളൻ ഇട്ടിട്ട് സംസാരിക്കുന്ന പോലെ, ലുക്ക് നോ വൺ ഈസ് ഹിയർ ഫോർ ടീന ടു പ്ലേ, ലെറ്റ് us go out somewhere. Father, where will we go? We are moved to this place. Let me call my friends and ask them about any place for hangout. അങ്ങനെ അച്ഛൻ പറയും. അങ്ങനെ കോൺവെർസേഷൻ ആയിട്ടാണ് നമ്മൾ ഡ്രാമ എഴുതുന്നത്. He made a phone call to someone and after that told to Tina's mother to get ready. Mother then went to Tina's room. Mother, അമ്മ പറയുവാണ്, mother, dear, what are you doing? So ടീനയുടെ ആ ഒരു ഡയലോഗ്സ് ആണ് അടുത്തത്. മമ്മി, ലുക്ക് അറ്റ് മൈ ഡോൾ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. വിൽ യു പ്ലീസ് മേക്ക് സം ബ്യൂട്ടിഫുൾ ഫ്രോക്സ് ഫോർ ഹെയർ? ഐ വാണ്ട് ടു ഡ്രസ് അപ്പ് ഹെയർ മോർ ബ്യൂട്ടിഫുള്ളി. അപ്പൊ അങ്ങനെ പറഞ്ഞ് കോൺവെർസേഷൻ പോലെ നമ്മൾ എഴുതണം. അപ്പൊ സീൻ 1 ടീനയുടെ വീടാണ് കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അവർ പുതുതായിട്ട് താമസം മാറി വന്നതാണ്. ടീനയ്ക്ക് കളിക്കാൻ ആരുമില്ല. ടീന ഒറ്റ കുട്ടിയാണ് അവർക്ക്. അപ്പൊ ടീനോട് പറയുകയാണ്, റെഡിയാകാൻ നമുക്ക് പുറത്തു പോകാമെന്നത്. അപ്പൊ അങ്ങനെ അച്ഛൻ ആരോ വിളിച്ചിട്ടാണ് ഒരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ അടുത്തൊരു പാർക്കുള്ള നിയർ ബൈ പാർക്കിലേക്ക് പോകും. അപ്പൊ സീൻ 2 പാർക്കാണ് കാണിക്കുന്നത്. കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, കുറച്ച് കുട്ടികൾ അവിടെ ഊഞ്ഞാലാടുന്നു, ഒരു പ്രായമായ ഒരാൾ അവിടെ ഒരു ബെഞ്ചിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നു. അങ്ങനെ ടീന പാരന്റ്സുമായിട്ട് വരുവാണ്. അപ്പൊ ടീന പാരന്റ്സിനോട് പറഞ്ഞു, ആ കുട്ടികൾ ലാഡർ ആൻഡ് സ്ലൈഡ് കളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, കളിച്ചോളൂ, പക്ഷെ ഞങ്ങൾക്ക് കാണാവുന്ന ദൂരത്തിൽ തന്നെ നീ ആയിരിക്കണം, ഒത്തിരി ദൂരെ പോകരുത് എന്നൊക്കെ പറയുന്നു. സാധാരണ പാരന്റ്സ് മക്കളോട് പറയുന്നത്. അപ്പൊ അമ്മ അച്ഛനോട് പറയുകയാണ്, അവൾക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ടീന അങ്ങനെ മറ്റു കുട്ടികളുമായിട്ട് പെട്ടെന്ന് മിങ്കിളായി, അവരുമായിട്ട് മേർജായി, പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി കളിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യന് ഭയങ്കര ദേഷ്യം വന്നു പിള്ളേരുടെ ശബ്ദം കേട്ടിട്ട്. അയാൾ പെട്ടെന്ന് തന്നെ കുട്ടികളോട് ഷൗട്ട് ചെയ്തു, ഷട്ടപ്പ് നമ്മളിട്ട് ഒച്ചയെടുക്കാതിരിക്കുക, എന്തിനാ എത്ര ഒച്ചയെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. കുട്ടികൾ പെട്ടെന്ന് അവർക്ക് ഭയങ്കര പേടിച്ചു പോയി, അവർക്ക് ഭയങ്കര വിഷമായി പോയി. അവര് പിന്നെ കുറച്ച് ദൂരെ മാറി സൈലന്റ് ആയിട്ട് കളിക്കാൻ തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടി. അങ്ങനെ എല്ലാവരും പരസ്പരം ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. ടീന ആ പ്രായമായ ആളോട് ഗുഡ് ബൈ പറഞ്ഞു, പക്ഷെ അയാള് മൈൻഡ് ചെയ്തില്ല. ഓക്കെ, അടുത്തത് സീൻ 3 ടീനയുടെ വീടാണ്. അപ്പൊ ടീന ഒരു പാർക്കിൽ നിന്ന് വന്നിട്ട് ടീന പറയുക, നല്ല രസമായിരുന്നു പാർക്കിൽ പോയത്, നമുക്കിനി ഇനി അടുത്ത വീക്കെൻഡിലും എന്നെ കൊണ്ടുപോകണേ എന്നൊക്കെ പറഞ്ഞ് ടീന പറയാണ്. അച്ഛൻ പറയുകയാണ്, ശരി കൊണ്ടുപോകാം, നിനക്ക് പുതിയ കുറെ ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, നീ ഹാപ്പി ആയോ, എന്തായാലും പോയി കുളിച്ച് ഒക്കെ വരൂ, ഡിന്നർ നമുക്ക് കഴിക്കാം, ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ അവര് ഡിന്നറൊക്കെ കഴിച്ച് പ്രെയർ ഒക്കെ ചെയ്ത് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. അടുത്ത സീൻ 4 അഗെയിൻ പാർക്ക്. 4ാമത്തെ സീനായ സീൻ 4 പാർക്ക്. ടീന വീക്കെൻഡ്സിൽ വീണ്ടും പാരന്റ്സ് ആയിട്ട് അവിടെ വരുന്നു. അവളുടെ ഫ്രണ്ട്സ് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു.
അതുപോലെ തന്നെ പ്രായമായ ആളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവള് ചെന്ന ആളെ വിഷ് ചെയ്തു, ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞു ചിരിച്ചോണ്ട്. പക്ഷെ അയാൾ മൈൻഡ് ചെയ്തില്ല. അവൾക്ക് ഇച്ചിരി വിഷമമൊക്കെ തോന്നി. അമ്മ ഒന്ന് സാരില്ല, നീ പോയി കളിച്ചോളൂ, അദ്ദേഹം ബിസി ആയിരിക്കും, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു ഇടിയും മിന്നലോ ഒരു മഴയും പെട്ടെന്നായിരുന്നു മഴ തുടങ്ങി. അപ്പൊ എല്ലാരും പെട്ടെന്ന് അവിടെ കണ്ട ഷെൽട്ടറിലേക്കും ഷെയ്ഡ്സിലേക്കും ഓടിപ്പോയി കയറി നിന്നു. പക്ഷെ ഈ പ്രായമായ ആൾക്ക് പെട്ടെന്ന് എണീച്ച് പോകാനായിട്ട് പറ്റിയില്ല. അദ്ദേഹം വീണുപോയി. വീണിട്ട് അവിടുന്ന് എണീക്കാൻ പറ്റിയില്ല. ടീനയും അവളുടെ ഫ്രണ്ട്സും ഓടി വന്നിട്ട് ആളെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് ഒരു ഷെൽട്ടറിലേക്ക് കൊണ്ടുപോയി. ആരോ ഒരു ടവല് കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ഒരു ചൂട് ചായയും കൊണ്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. അദ്ദേഹം കുട്ടികൾക്ക് താങ്ക്സ് പറഞ്ഞു. അപ്പം താങ്ക്സ് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ കുട്ടികളോട് സോറി പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറി, സോറി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ടീനയും കുട്ടികളും പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് പേ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാരും അദ്ദേഹത്തെ ഹഗ് ചെയ്തു. അങ്ങനെ എല്ലാരും ഹാപ്പിയായി. അയാള് അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടി ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് പാട്ട് പാടി. ഇതായിരുന്നു എന്റെ ഡ്രാമ. ഓക്കെ, ഇതുപോലെ നിങ്ങൾ പല പല സീൻസിലായിട്ട് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം. മൈം സ്ക്രിപ്റ്റ്, മൈം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ തോന്നും. കാരണം മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്ത് ഡയലോഗ്സ് ഇല്ല അല്ലെ, ആക്ഷൻസിലൂടെയാണ്. പല്ല് പോലും പുറത്ത് കാണിക്കില്ല, അങ്ങനെ ആക്ഷൻസിലൂടെയാണ് മൈം ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് വിഷയത്ത് കോൺവെർസേഷൻ മോഡലില് അച്ഛൻ അമ്മ അങ്ങനെ ചെറിയ ഇത് മതി അല്ലെ, പാർട്ടിസിപ്പൻസ് ഡ്രാമ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യാം എപ്പോഴെങ്കിലും അതൊരു അതുപോലെ. പിന്നെ നമ്മള് എഴുതുന്ന എല്ലാ കഥകളും അവരെ കൊണ്ട് റോൾ പ്ലേ ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റും. ഈ മൈമും അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറി എഴുതിയാൽ മതി. നല്ലൊരു കൺസെപ്റ്റ് വരുന്നത്, അതായത് ത്രൂ ആക്ഷൻസിലൂടെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ലൊരു മോറൽ വാല്യൂസ് വരുന്ന ഒരു സ്റ്റോറി എഴുതിയാൽ മതി മൈം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു വാല്യൂബിൾ ഗിഫ്റ്റ്, സിമിലർ സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു പാവപ്പെട്ട വീട്ടിലൊരു ക്യൂട്ടായിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര അച്ഛനും അമ്മയുമായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പൊ അവളുടെ ബർത്ത്ഡേ വരെയായിരുന്നു. ബർത്ത്ഡേ 2-3 ഡേയ്സ് കഴിഞ്ഞ ബർത്ത്ഡേ ആണ്. അപ്പൊ അവൾ എവിടെയോ ഒരു ഷോപ്പിൽ നല്ലൊരു ഡോള് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് ഡിമാൻഡ് ചെയ്തു, എനിക്ക് ബർത്ത്ഡേക്ക് ആ ഡോള് വാങ്ങിച്ചു തരുന്നു. പക്ഷെ പാരന്റ്സിന്റെ കയ്യിൽ ആ ഡോള് വാങ്ങാനുള്ള അത്രയും ഇനഫ് മണി ഉണ്ടായിരുന്നില്ല. സെയിം സ്റ്റോറി. ഓക്കെ, അപ്പം അവര് പറഞ്ഞു പിന്നെ വാങ്ങിച്ചു തരാം, അതിന് ഡോളിന് പകരം നിനക്ക് വേറെ എന്തെങ്കിലും വാങ്ങിത്തരാന്ന് പറഞ്ഞു. പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. അവൾക്ക് ആ ഡോള് തന്നെ വേണമെന്ന് വാശി പിടിച്ചു. കാരണം അവൾ അത്രയും ആഗ്രഹിച്ചുകൊണ്ടാണ് അവള് വാശി പിടിച്ചത്. ചെറിയ കുട്ടിയാണ്. അപ്പൊ അമ്മയും അവളോട് പറഞ്ഞു വേറെ ഡോള് പിന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ട് അവള് കേട്ടില്ല. അവള് ഭക്ഷണം കഴിക്കാതെ, രാത്രി ഭക്ഷണം കഴിക്കാതെ അവൾ ഉറങ്ങാനായിട്ട് പോയി. പാരന്റ്സ് ഭയങ്കര സങ്കടമായി, അവള് ഭക്ഷണവും കഴിച്ചില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ ഒരു പിഗി ബാങ്ക് ബോക്സ് ഉണ്ട്, കോയിൻ ബോക്സ് ഉണ്ട്, അത് പൊട്ടിക്കാം. അച്ഛൻ പറഞ്ഞു ഞാൻ എന്റെ വാച്ച് ആർക്കെങ്കിലും വിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരിതിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവള് ഉറങ്ങാൻ പോയെങ്കിലും ഇവള് ഉറങ്ങിയിട്ടുണ്ടായില്ലായിരുന്നു. ഇവളത് കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. അവൾക്ക് ഭയങ്കര വിഷമം വന്നു ഇത് കേട്ടപ്പോ. അവൾക്ക് ഗിൽറ്റി ഫീലിംഗുമായി. അവള് വേഗം തന്നെ പാരന്റ്സിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചോണ്ട് അവള് പറഞ്ഞു, സോറി ഒക്കെ പറഞ്ഞുകൊണ്ട് അവള് പറഞ്ഞു, എനിക്ക് ഡോള് വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, അതാണ് എന്റെ മോസ്റ്റ് വാല്യൂബിൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ കെട്ടിപ്പിടിക്കുന്ന ഒരു അത്രയേ ഉള്ളൂ കഥ. എന്ത് വേണമെങ്കിലും സ്റ്റോറിയാണ് മിസ്, എല്ലാം നല്ല സ്റ്റോറിയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, സ്റ്റോറി ഇപ്പൊ നിങ്ങക്ക് 4 റെക്കോർഡ് ബുക്കിന്റെ ഡീറ്റെയിൽസ് തന്നില്ലേ? തന്നു മിസ്സേ. 3 എണ്ണം. 1 അല്ല 4 4 ഓക്കെ ഓക്കെ. ബുക്ക്. ഓക്കെ, 5ാമത്തെ റെക്കോർഡ് ബുക്കിന്റെ ഒരു QR കോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ എഴുതേണ്ട ഡീറ്റെയിൽസ് മുഴുവൻ വരും. അത് അങ്ങനെ കോപ്പി ചെയ്താൽ മതി. അതിന്റെ വേറൊരു സ്കാനിനകത്ത് പിക്ചറും ഉണ്ടാവും വിത്ത് ടൈറ്റിൽ. നിങ്ങൾ എഴുതുന്നതിനനുസരിച്ച് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ആ പിക്ചർ പ്രിന്റ് എടുത്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ? സാധാരണ ചെയ്യുന്നത് ഒരു കുട്ടിയെ കൊണ്ട് ഞാൻ എഴുതിച്ചിട്ട് അതിന്റെ സ്കാൻഡ് കോപ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ അത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലാക്കി, ഇത്തിരി ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതൊക്കെ ക്ലിയർ ചെയ്ത് അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് നാളെയായിട്ട് ആ വർക്ക് തീരും. അത് കഴിയുമ്പോൾ 5th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരും. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 3 എത്തുമ്പോൾ
പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡ് അതിന്റെ ആപ്ലിക്കേഷൻ തിയറി ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ പ്രാക്ടിക്കലിനെ കുറിച്ചുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽ. അതിന് എക്സാം ഇല്ല. മോഡ്യൂൾ 1 മാത്രമേ എക്സാം ഉള്ളൂ. മോഡ്യൂൾ 3 പ്രാക്ടിക്കൽസ് ആണ്. ആ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന്റെ തിയറി ടോപ്പിക്സ് ആണ് നമ്മുടെ മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ്സ് എല്ലാം. മോഡ്യൂൾ 1 പാർട്ട് 3 തിയറി ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പൊ ശ്രദ്ധിക്കുക, ആ പ്രാക്ടിക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വൈവ് സ്റ്റാർട്ട് ചെയ്യും. മിസ് പ്രാക്ടിക്കല് ഞങ്ങൾ അവിടെ വന്നിട്ടല്ലേ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയും രണ്ട് രീതിയിലും ഉണ്ടാവും? എല്ലാവർക്കും വരാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ തരും. ഇപ്പോ എനിക്ക് തോന്നുന്നു 12th ബാച്ച് വരെ ഡെമോൺസ്ട്രേഷൻ കൊടുത്തു. 13നും കൂടെ കൊടുക്കാനുണ്ട്. 13നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ക്ലിയർ ആയില്ല. ഒന്നുകൂടെ അവർക്ക് ഓൺലൈൻ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ 40, അത് കഴിഞ്ഞ പിന്നെ നിങ്ങളുടെ ആവുമല്ലോ. അത് ഓൺലൈനിലെ ഡെമോ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരിട്ട് വന്നുള്ള സെഷൻ. അതൊരു സാറ്റർഡേ ആയിരിക്കും. അപ്പൊ ഇതിപ്പം 12 വരെയുള്ള ബാച്ചിന്റെ കഴിഞ്ഞിട്ടുള്ളൂ. 13 കഴിയണം. 13 ജനുവരിയിലായിരിക്കും. പിന്നെ 14 എന്നിട്ടാണ് 15 വരുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മള് പോർഷൻസ് എവിടെ വരെയായി? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനില് ഇനി മെന്റൽ ഹെൽത്തും കൂടെ എടുക്കാനുണ്ട് ലാസ്റ്റ് വരെ. അപ്പം പാർട്ട് 1 അല്ലെ? പാർട്ട് 2 ആരെങ്കിലും ടീച്ചേഴ്സ് ക്ലാസ് തുടങ്ങിയോ? 2 ക്ലാസ്സസ് എടുത്തു മാം. എത്ര ഇനി കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഒരു 3-4 ചാപ്റ്റേഴ്സേ ഉള്ളൂ എടുക്കാനായിട്ട്. ആതിര മിസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി പാർട്ട് 2 ഞാൻ എടുക്കേണ്ട വരില്ലായിരിക്കും. പാർട്ട് 2 ഇനി സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്. ഏകദേശം 3 ചാപ്റ്റർ തീർക്കാനുള്ളൂ. സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തോ? ആതിര മിസ് എടുത്തു. അപ്പൊ പിന്നെ ഇനി പാർട്ട് 2 ഞാൻ ഉണ്ടാവില്ല. പാർട്ട് 3 ആയിരിക്കും ഞാൻ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് പാർട്ടില് ഈ 6th യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഈ പോർഷൻ ആയിരുന്നോ? അതെ മിസ്സേ. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടില്ലല്ലോ. അതിന്റെ PDF ഷെയർ ചെയ്തോ? തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ് റൂമിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PDF സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാം. ഓക്കെ, സോ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ ആ പോർഷൻ കഴിഞ്ഞോ? ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞോ? അതാ എടുക്കേണ്ട മിസ്സേ. മെന്റൽ ഹെൽത്ത് നേരത്തെ മെന്റൽ ഹെൽത്ത് ആണ് എടുക്കാനുള്ളത്. മെന്റൽ ഹെൽത്ത് ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ അതില് നോർമായി കട്ട്സും നിക്കോളാസ് മോസ്ലി, കട്ട്സ് ആൻഡ് മോസ്ലി അവര് പറഞ്ഞ ഒരു ഡെഫിനിഷൻ എന്ന് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തു.
മെന്റൽ ഹെൽത്തിനെയും മെന്റൽ ഹൈജീനെയും. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ എൻഡ് റിസൾട്ട് ആണെങ്കിൽ മെന്റൽ ഹൈജീൻ അതിലേക്കുള്ള മീൻസ്, വഴി, മാർഗം, വേ ആണെന്ന് കട്ട്സ് ആൻഡ് മോസ്ലി പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ ആ ഒരു നമ്മുടെ ആക്ഷൻസ് അതാണ് നമ്മളെ റിസൾട്ടിലേക്ക് എത്തുന്നത്. അതാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത്. ഫിസിക്കലി ഹെൽത്തി മാത്രമല്ല മെന്റലി ഹെൽത്ത് ആണ് നമ്മൾ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്തില് അത് നമ്മൾ പറഞ്ഞു പോയിരുന്നു. ഈ 2 പാരഗ്രാഫ്സ് ആരാ ഒന്ന് വായിക്കുക? 2 പാരഗ്രാഫ്സ് അല്ല, പിന്നെയും ഉണ്ടല്ലേ. ഓക്കെ, എനിവേ ബിഹേവിയർ വരെ വായിക്കും. ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ 2 പാരഗ്രാഫ് വരെ വായിക്കും. യെസ് പ്ലീസ്. Mental health. A healthy individual is not only physically healthy, but is also mentally healthy. The modern concept of health extends beyond the proper functioning of the body. It included a sound, efficient mind and controlled feelings. Health is a state of being sound or whole in body and mind. It means that both body integrated psychosomatic units whose behavior is resolved by both physical and mental factors that contribute to the maintenance of physical health as well as social effectiveness. From this, one can conclude that mental health has 2 important phases. It is both individual and social. The individual has to be internally adjusted. He is self-confident, sufficient, and free from internal conflicts and tensions or errors. He is skillful enough to be able to adapt to new situations, but he achieves this internal adjustment in a social setup. It is within this social framework that the internal adjustment has to be built up. Only then the individual becomes a person who is acceptable as a member of his society. Other definitions of mental health refer to such abilities as of making decisions, of assuming responsibilities in accordance with one's quantity, of finding satisfaction, success, and happiness in achievement of everyday tasks, of living effectively with others, and showing society considerable behavior. Thank you. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഹെൽത്തി മാത്രമല്ല മെന്റലി ഹെൽത്തി ആണ്. മെന്റൽ ഹെൽത്ത് എന്താന്നുള്ളത് നമുക്കിപ്പോ അറിയാം. വരുന്ന സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാമാണ് മെന്റലി ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് സിറ്റുവേഷനിൽ നമുക്ക് പല രീതിയിൽ പെരുമാറാം. നമുക്ക് ദേഷ്യം വന്നാൽ നമുക്ക് ഷൗട്ട് ചെയ്യാം, ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ വളരെ സബ്മിസീവ് ആയിട്ട്, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ആരുടെ സ്ലേവ് ആവുക എന്നുള്ളതല്ല. വി നോ ദാറ്റ്, നമുക്കറിയാം ആ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്കറിയാം. പ്രതികരിക്കുന്നിടത്ത് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും അല്ലെ. ചില ഇടങ്ങളിൽ നിന്നും ഇറങ്ങി പോകേണ്ടതാണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പൊ അതാണ്. അപ്പൊ നമ്മളുടെ പ്രോപ്പർ ഫങ്ഷനിങ്, ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ഏരിയയിലുമുള്ള ഹെൽത്ത്, സോഷ്യലൈസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മാനസികമായിട്ടുള്ള ആരോഗ്യമാണെങ്കിലും ശാരീരികമായിട്ടുള്ള ആരോഗ്യം എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സൗണ്ട് മൈൻഡ്, സൗണ്ട് ബോഡി എന്ന് പറയുന്നത്, അതായത് ഹെൽത്തി മൈൻഡ് ഹെൽത്തി ബോഡി എന്നുള്ളത് തന്നെയാണ്. ഹെൽത്ത് എന്ന് പറയുന്നത് ആ ഒരു സൗണ്ട്, ഹോൾ ഇൻ എ ബോഡി ആൻഡ് മൈൻഡ്, ശരീരവും മനസ്സും ഒരുപോലെ തന്നെ സൗണ്ട് നല്ലൊരു അവസ്ഥയിലിരിക്കുന്നതാണ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് എന്നും കൂടെ അവിടെ ചേർത്തേക്ക് പറയാൻ വിട്ടുപോയി. 4ാമത്തെ ലൈനില് ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈൻഡും ബോഡിയും എന്നുള്ളത് രണ്ടല്ല, 2 സെപ്പറേറ്റ് യൂണിറ്റ്സ് അല്ല, അത് ഒറ്റ ഹോൾ പാർട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ബ്രെയിനിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്, ആ ഇന്റഗ്രേറ്റഡ് സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, എന്തെങ്കിലും ന്യൂറോൺസിന്റെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ബോഡിയിലൂടെ അതിന്റെ റിഫ്ലക്ഷൻസ് വരും. നമുക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഹെഡേക്ക് ആയിട്ട് വരും. Ma'am, it means that both body and mind.
യെസ്. അത് ഫുൾ സെന്റൻസ് അല്ലേ? It means that both body and mind integrated psychosomatic units. Both body and mind are ഞാൻ ഓഡിയോ ഓഫ് ചെയ്യണേ. audio on ആവുമ്പോ എന്റെ എക്കോ കേൾക്കും. It means that both body and mind are integrated psychosomatic units. അപ്പൊ നമ്മളുടെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്നു, നമ്മൾ പറഞ്ഞല്ലോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ആക്ഷൻ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ തോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില പ്രോസസ്സ് തന്നെയല്ലേ, ന്യൂറോൺസിന്റെ എന്തെങ്കിലും ന്യൂറോട്ടിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ദാറ്റ് വിൽ അഫക്റ്റ് അവർ ഹോൾ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെയും ശരീരത്തിന്റെ ഹെൽത്തിനെയും മനസ്സിന്റെ ഹെൽത്തിനെയും ബാധിക്കും. ഒരു ടെൻഷനാണ് വന്നത്, ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര ഒരു തലവേദനയായിട്ട് നമ്മുടെ അത് ശരീരത്തെ ബാധിക്കും, മൈൻഡ് ഡിസ്റ്റർബ്ഡും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യണം. അത് സോഷ്യലി നമുക്ക് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, നമ്മുടെ സോഷ്യൽ എഫക്റ്റീവ്നെസ്സും അതും നമുക്ക് വെല്ലായിരിക്കണം. പക്ഷെ സോഷ്യലൈസ് ചെയ്യുന്നതും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതും ഇല്ലെങ്കിൽ എന്ത് പറ്റും, ആളുകൾ ഇങ്ങനെ ലോൺലിനെസ്സിലേക്ക് പോകും. വൺസ് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഒതുങ്ങി കൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ. ഇങ്ങനെ ആമയുടെ പുറന്തോട് പോലെ അതിന്റെ ഉള്ളിൽ നിന്നും അവർ പുറത്തേക്ക് വരാനായിട്ട് മടിക്കും. ഒരു പൂപ്പാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കും. അപ്പൊ അതുകൊണ്ട് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും അതിന്റെ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം വെൽ സോഷ്യൽ എഫക്റ്റീവ്നെസ്സും, അതായത് സോഷ്യൽ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ്, നമുക്ക് ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു ശരിയായ രീതിയിൽ. നമ്മളെ മുന്നിൽ വരുന്ന ആളുകളെ അതേ രീതിയിൽ തന്നെ സോഷ്യൽ ആക്സെപ്റ്റൻസ് അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് സോഷ്യൽ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഇതെല്ലാം ഈ ഏരിയ എല്ലാമാണ്. അതായത് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ സൊസൈറ്റിയുടെ ഭാഗമാണെന്നും ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് ചിന്തിച്ച് നമുക്ക് പ്രവർത്തിക്കാനുള്ള നമ്മുടെ ആ ഒരു മനസ്സ്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ഇൻഡിവിജ്വൽ ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ സംടൈംസ് നമ്മളൊരു ഗ്രൂപ്പിലാകുന്നു അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലാകുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അതിനനുസരിച്ച് മാറും. ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ, നമ്മൾ അതിന്റെ ഭാഗമാകും. അപ്പൊ ശരിക്കും മെന്റലി ഹെൽത്ത്, നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ആൻ ഇൻഡിവിജ്വൽ എന്തൊക്കെ അയാൾ ചെയ്യുന്നുണ്ടോ ആ രീതിയിൽ അയാൾ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതേസമയം ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്, സോഷ്യലൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അയാൾ അവിടെയും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് ഇമ്പോർട്ടന്റ് ഫേസസ് ആണ്, ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. ഇൻഡിവിജ്വൽ മീൻസ് നമ്മൾ ഇന്റേണലി ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ നമ്മുടെ ക്ലാസ് നമുക്കറിയാം വിർച്വൽ പ്ലാറ്റ്ഫോം ആണ്. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് എന്തോ ഒരു പേഴ്സണൽ കാര്യം വന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. സോ നമ്മൾ ട്രൈ ചെയ്യും, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. എന്താണ് നമുക്ക് വന്ന പേഴ്സണൽ കാര്യത്തെ നമ്മൾ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നോക്കും. ആ ടൈമിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ടൈമിൽ ചെയ്യാൻ പറ്റുന്നു. അതൊരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, എന്നാൽ സാരമില്ല ഈ ഒരു ദിവസം ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടോളാം. സോ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ ചെയ്യുന്ന ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആണത്. ഇനി അതല്ല, ഇപ്പൊ ഹോൾ ക്ലാസ്സിന് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കുന്നു ഒരു ദിവസം, നിങ്ങളുടെ ക്ലാസ് ടൈം അല്ലാതെ വെക്കുന്നു. അപ്പൊ ഹോൾ ക്ലാസ്സിന് ആ ഒരു ടൈം പറ്റില്ല. ദാറ്റ് മീൻസ് എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും അല്ലെ. സോ ദാറ്റ് മീൻസ് നമ്മളത് നമ്മളുടെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ എടുക്കും. എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഇന്റേണലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നുന്നു കുറെ കൂടെ സ്ത്രീകളാണോ ചെയ്യുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടല്ലേ ഈ ഒരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ്. പ്രത്യേകിച്ച് നമ്മൾ അത്രയും നാള് ജീവിച്ചിരുന്ന വീട്ടിൽ നിന്ന് മാരേജ് ചെയ്തിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് ചെയ്യുമ്പോൾ കുറെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാവും നമ്മൾ. ഒരു പക്ഷെ നമ്മളത് വേറെ ആരോടും ഷെയർ ചെയ്യാതെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. ഐ ഹാവ് ടു ഡു ദിസ് എന്നാലാണ് നമുക്കൊരു സന്തോഷ സമാധാനം അങ്ങനെയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്.
സോ നമ്മൾ പരാതി പരിഭവങ്ങളില്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങോട്ട് താഴ്ന്നു കിടക്കേണ്ടതാകുമ്പോഴാണ് നമ്മൾ ഇതിങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താലേ ശരിയാകുള്ളൂ. ശരിയല്ലാത്ത രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നില്ല കേട്ടോ. അത് ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഇസ് നമുക്കത് ശരിക്കും ഒരു വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. കോൺഫിഡൻസ്, സഫിഷ്യന്റ്. നമുക്കപ്പോ യാതൊരു ടെൻഷനും കൺഫ്യൂഷൻസും ഉണ്ടാവില്ല, ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. യെസ്, വീട്ടിലിപ്പോ ഫോർ എക്സാമ്പിൾ എന്റെ മോൻ മീൻ കഴിക്കില്ല കേട്ടോ, ഫിഷ് കഴിക്കില്ല. പക്ഷെ അവൻ കുഞ്ഞായിരുന്നപ്പോ നമ്മൾ തൊട്ടടുത്തിരുന്ന് കഴിക്കുമ്പോൾ അവൻ ഇഷ്യൂ ആയിരുന്നു. പക്ഷെ അവൻ വലുതായപ്പോൾ അവനതൊരു പ്രോബ്ലമേ അല്ല. അവന് ആ ഡിഷ് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ അടുത്തിരുന്ന് കഴിക്കുമ്പോൾ അവനത് ബാധിക്കും. അപ്പൊ അവനത് അഡ്ജസ്റ്റഡ് ആയി ആ ഒരു സിറ്റുവേഷനുമായിട്ട്. അങ്ങനെ അപ്പൊ അത് വളർന്നു വരുമ്പോ ഡെവലപ്പ് ആകും കുട്ടികളില്. അപ്പൊ അതിനുള്ള ഒരു എൻവിയോൺമെന്റിലൂടെ അവർ വളർന്നു പോകും. ഇവിടെ നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട് മിസ്, മാങ്ങ കഴിക്കുന്നത് ഇഷ്ടമല്ല. അത് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരാള് നമ്മുടെ റിലേറ്റീവ് ആണ്. അപ്പൊ മാങ്ങ അതുകൊണ്ട് അവര് നിർത്തുവാണ്. പാരന്റ്സ് കഴിച്ചാലും അയാള് പ്രശ്നം ഉണ്ടാക്കും. ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു റിലേറ്റീവ് ആണ് ഹസ്ബൻഡിന്റെ. അപ്പൊ അങ്ങനെ ചിലവർക്ക് അത് ഭയങ്കര പ്രശ്നം, മാങ്ങ ചക്ക രണ്ടും. പക്ഷെ ഇപ്പൊ കഴിക്കില്ല ചില അവരുണ്ടല്ലോ, അവർ കഴിക്കില്ലായിരിക്കും നോണൊന്നും, പക്ഷെ അവരെല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കും. ദാറ്റ് മീൻസ് അവർ അത്രയും അഡ്ജസ്റ്റഡ് ആണ്. എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് ബാംഗ്ലൂർ, എന്റെ ഒരു ഫ്രണ്ടിന്റെ. അയാളുടെ ഹസ്ബൻഡ് പ്യുവർ വെജിറ്റേറിയൻ ആണ്. പക്ഷെ ഈ കുട്ടിക്കും ഇതിന്റെ മക്കൾക്കും നോൺ ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് ചിക്കൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ അവര് സാക്രിഫൈസ് ചെയ്യുക ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട്. ഈ 2 മക്കളും ഈ വൈഫും കൂടെ 3 പേരാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. എന്നാൽ അയാളെ പെർമിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചു. ആൾക്ക് അയാൾ ആ കിച്ചണിൽ അത് കുക്ക് ചെയ്യണതും പുള്ളി യൂസ് ചെയ്യുന്ന പ്ലേറ്റിലെങ്ങാനും അത് ആയി പോയാലോ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ്. അങ്ങനെ ആളുടെ വീട്ടില് ആ അമ്മ അവിടെ ഈ ആള് ഒഴിച്ച് ബാക്കി എല്ലാരും കഴിക്കും. വലിയൊരു ഫാമിലിയാ. കാരണം ഏറ്റവും മൂത്ത ആളാണ്, ഇളയ ഒരു ബ്രദർ ഉണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അച്ഛൻ, അമ്മ, അങ്ങനെ കുറെ മെമ്പേഴ്സ് ഉള്ളതാ. ഈ ഒരാള് മാത്രം കഴിക്കില്ല. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മ സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നു. ചെറുപ്പം മുതലേ ആ ശീലങ്ങളായി. പാത്രം സെപ്പറേറ്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ വളർന്നു വന്ന ആൾക്ക് വലുതായപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും അവർക്ക് അങ്ങനെ ഒരു താല്പര്യം നമ്മൾ കാണിക്കുമല്ലോ, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും. നല്ല ഹെൽത്തി ഫുഡ് ആണെങ്കിൽ ഓക്കെ. ഇത് ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ കുക്ക് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലത്. പുറത്തൊന്നും വാങ്ങിക്കില്ല. ഈ കുട്ടികൾ കഴിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വെക്കേഷന് വീട്ടിൽ വരുമ്പോ അവരുടെ അച്ചാമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഇവര് കഴിക്കുന്നത്. പിന്നെ പുറത്തു പോകുമ്പോൾ, ഈ ഇദ്ദേഹം ഇല്ലാതെ പുറത്തു പോകുമ്പോൾ മാത്രമാണ് ചിക്കൻ കഴിക്കുന്നത്. അങ്ങനെയൊക്കെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ചെറുപ്പത്തിലേ അഡാപ്റ്റഡ് ആയില്ല, അഡ്ജസ്റ്റഡ് ആയില്ല. അപ്പം കൊച്ചു കുട്ടികൾക്കാണ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് കൂടുതൽ എന്നാ പറയുന്നത്. ഒരു അഡൾട്ടിനേക്കാളും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് അവർ സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റഡ് ആയി പോകും, പൊരുത്തപ്പെട്ടു പോകും. പക്ഷെ അഡൾട്ട്സിനെ വലുതായിട്ട് അവരെ കൊണ്ട് നമുക്ക് പറയില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ. അപ്പൊ ചെറു പ്രായത്തിലേ തന്നെ നമ്മൾ കുട്ടികൾക്ക്, അപ്പൊ ഇവിടെ ഉണ്ടായത് അങ്ങനെയാണ്. മോനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം അടുത്തിരുന്ന് കഴിക്കുമ്പോ അത് കാരണം അവനിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കാതിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോ അത് മാറി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങി. അവന് പ്രശ്നമില്ലാതായി. സ്കൂളിൽ ഫ്രണ്ട്സ് കൊണ്ടുവരുന്നുണ്ട്, എല്ലാരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നു. അവൻ കഴിക്കില്ല എന്നേ ഉള്ളൂ, പക്ഷെ അവനതൊരു പ്രശ്നമില്ല. ഗ്രൂപ്പായിട്ടിരുന്ന് കഴിക്കുന്നു, അവനൊരു പ്രോബ്ലം. അപ്പൊ ഈ ചെറുപ്പം തുടങ്ങിയേ നമുക്ക് അഡ്ജസ്റ്റ് ആവാനായിട്ടുള്ള കഴിവ് കൂടുതലാണ്. പ്രായമായി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും. അപ്പൊ ചെറുപ്പത്തിലെ കുട്ടികൾ അഡ്ജസ്റ്റഡ് ആകുവാണെങ്കിൽ അവര് ചിലപ്പോൾ +2 ഒക്കെ കഴിയുമ്പോൾ ഹയർ സ്റ്റഡീസിനും എല്ലാം ഹോസ്റ്റലിലായിരിക്കും. പിന്നെ ജോലി കിട്ടി ദൂരേക്ക് പോയാലും അവര് വെള്ളം പോലെ ആയിരിക്കും. ഏത് കുപ്പിയിൽ ഒഴിച്ചാലും ആ ഷേപ്പ് അവരങ്ങ് എടുത്തോളൂ. ആ രീതിയിൽ അവർ അഡ്ജസ്റ്റഡ് ആണ്. അതാണ് ഇവിടെ ഇൻഡിവിജ്വൽ 2 ഫേസസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു സോഷ്യൽ സെറ്റപ്പിൽ ജീവിക്കുമ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് വളരെ ആവശ്യമാണ്. ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ ബിൽഡ് ആകും. കുറച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോകം എന്ന് പറഞ്ഞ ചെറിയ ലോകം. അവർ വലുതാകും തോറും ഈ ലോകം വൈഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ചെറിയ ലോകത്തിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വലിയ ലോകത്തിലേക്ക് പോകുമ്പോൾ അവർ കൂടുതൽ അഡ്ജസ്റ്റഡ് ആകും. അങ്ങനെ ഒരു സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറും. നമ്മൾ പറയില്ലേ ചില ആളുകളെ കാണുമ്പോൾ അയാൾ നല്ല ഫ്ലെക്സിബിൾ ആണ്,
വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ചില ആളുകാരെ അയ്യോ നമുക്ക് സംസാരിക്കാനേ പറ്റില്ല നമ്മൾ പറയാറുണ്ടല്ലേ. അതൊരു കുറ്റമല്ല, നമുക്കറിയാം അവരങ്ങനെയാണ്, ആ പേഴ്സൺസ് അങ്ങനെയാണ്, അവരോട് നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കാറുള്ളൂ. അതാണ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ട് മാറുക എന്നുള്ളതാണ്. നമ്മുടെ ഈ 3rd ബാച്ച് ഒക്കെ വന്നപ്പോഴേക്കും ഭയങ്കര കോൺഫ്ലിക്ട്സ് ആയിരുന്നു കേട്ടോ. ക്ലാസ്സിൽ ഒരു കോൺഫ്ലിക്ട്സ് തുടക്കത്തില്, പിന്നെ ഒരു ഭയങ്കര ഒരു ലവിങ് അറ്റ്മോസ്ഫിയർ ആയി മാറി. അപ്പോ പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണല്ലോ. ചിലരിങ്ങനെ 10th കഴിഞ്ഞിട്ട്, ചിലര് +2 കഴിഞ്ഞ്, ഡിഗ്രിയും കഴിഞ്ഞ്, PGയും കഴിഞ്ഞ്, BEdും MEdും കഴിഞ്ഞ് വന്നവരൊക്കെ ഉണ്ട്. അപ്പൊ പല പല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല അല്ലാതെയുള്ള കൾച്ചർ ഡിഫറൻസിൽ നിന്നും വരുന്നവരുണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വളരെ അധികം കുട്ടികൾ കയറിയ ഒരു ബാച്ച് ആയിരുന്നു 3rd ബാച്ച്. പക്ഷെ ഏകദേശം ഒരു 100-നടുത്ത് പിള്ളേര് കയറും. രാത്രിയായിരുന്നു ക്ലാസ് 8 മണിക്ക്. അപ്പോ കയറുമ്പം നിറയെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവും, അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. ചിലർക്ക് ഇഷ്ടാവില്ല, ടീച്ചറെ ക്ലാസ് എടുക്കാനാണ് ഉദിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അവരതിനകത്തേക്ക് മേർജായി. ഈ ഒരു മെത്തേഡിന്റെ ഒരു പ്രത്യേകത ഏതാ, അവരും അതിലേക്ക് ഉൾക്കൊണ്ടു, അവർ ഭയങ്കരമായിട്ട് മേർജായി. അപ്പൊ ഞാൻ ഇങ്ങനെ ആരോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാനാണോ പറഞ്ഞാൽ കേൾക്കത്തേന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് തന്നെ ആള് തണുത്തു. അയ്യോ മിസ്സിനെ അല്ല പറഞ്ഞു നമ്മൾ എല്ലാരും പറയണം, എല്ലാരും പറയുന്നത് നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത് അങ്ങോട്ട് ആ അറ്റ്മോസ്ഫിയർ, ആ ക്ലൈമറ്റേ മാറി. ക്ലാസ്സിന്റെ ഭയങ്കര യൂണിറ്റി ആയിട്ട് മാറിയായിരുന്നു. അങ്ങനെ കോൺഫ്ലിക്ട്സുകൾ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഈ വരുന്ന എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരും ഒരേ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് കയറുമ്പോൾ അതൊരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ആ ചേഞ്ച് കാണുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. നേരിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാം, നേരിട്ട് തന്നെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. കുറച്ചു പേരെ കാണാൻ പറ്റും, കുറച്ചു പേരെ കാണാൻ പറ്റില്ല. അപ്പൊ ആരൊക്കെ ഓൺലൈൻ ആയതുകൊണ്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും എല്ലാവർക്കും ഇതേപോലെ തന്നെ ഇങ്ങനെയല്ലേ പറ്റുന്നുള്ളൂ. അതെ അതെ. അപ്പൊ പക്ഷെ എന്നാലും ഈവൻ വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിലും ഇത് കേട്ട് യെസ് ഞാൻ എവിടെയൊക്കെയോ മാറാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഷെയർ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ തോന്നി നമ്മൾ മുന്നോട്ട് വരുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ, ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ആകാൻ പറ്റും. അതേസമയം നോർമൽ ഒരു അഡൾട്ട് അയാൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വരാതെ അല്ലാതെ ഒരു പേഴ്സണൽ ലൈഫിലൂടെ പോകുന്ന ഒരു അഡൾട്ടിന് അങ്ങനെ മാറാൻ പറ്റും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ആ ഒരു ഹസ്ബൻഡ് വെജിറ്റേറിയൻ, ആ പെൺകുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് വോയിസ് ഉള്ള കുട്ടിയാ, വൈഫ് എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ആളാ. പക്ഷെ അവിടെ അങ്ങ് ഒതുങ്ങിപ്പോയി. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വേണ്ടേന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ ഏട്ടൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർത്തായിരുന്നു. ഇദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താട്ടോ, ഒരു 3 മാസം 4 മാസം വർക്ക് ചെയ്തുള്ളൂ. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ആള്. എവിടെയെങ്കിലും ഇപ്പൊ ഷോപ്പിലൊക്കെ പോകുമ്പോഴേക്കും പക്ഷെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറിയപ്പം നാട്ടിൻപുറമായിരുന്നേ, ഈരാറ്റുപേട്ടയായിരുന്നു. അപ്പൊ അവിടെ നാട്ടിൻപുറത്തെ ഒരു ചായക്കട, അങ്ങനെ ഭയങ്കര റെസ്റ്റോറന്റ് ഒന്നുമല്ല. അപ്പൊ ചായ കുടിക്കാനായിട്ട് കയറിയപ്പം ഈ നാട്ടിൻപുറത്തെ ചായ തരുമ്പോ നല്ലപോലെ അടിച്ച് പതപ്പിച്ചിട്ടൊക്കെയല്ലേ തരുന്നത് നാട്ടിൻപുറത്തെ ചായക്കടയില്. ഈ കുട്ടി വന്ന ഒരാളോട് പറഞ്ഞു എനിക്ക് ചായ അടിക്കണ്ടെന്ന് പറഞ്ഞു. അത് അയാൾ കേട്ടില്ല. അയാൾ ഭയങ്കരമായിട്ട് അടിച്ച് പതപ്പിച്ച് നല്ല 2 സ്ട്രോങ് ടീ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചു. അപ്പൊ ഈ കുട്ടി അയാളെ കുറെ ചീത്ത പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിന്ന് ഞാൻ ചായ കുടിച്ചിട്ട് 2 ചായയുടെയും ക്യാഷ് കൊടുത്ത് സോറി പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. മിസ്സിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നായിരുന്നു അല്ലേ? വർക്ക് ചെയ്തത് ഞങ്ങൾ പോളിടെക്നിക്കിന് വർക്ക് ചെയ്തിരുന്നേ. ആള് MCA ആയിരുന്നു, കമ്പ്യൂട്ടർ സെഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അസോസിയേറ്റ് പ്രൊഫസർ ആണ് കേട്ടോ ബാംഗ്ലൂരിൽ. അപ്പം അങ്ങനെ ഒരു 3 മാസം ഞങ്ങൾ വർക്ക് ചെയ്തുള്ളൂ. പക്ഷെ ഭയങ്കര കൂട്ടാണ്. പക്ഷെ ഇതാണ് ഭയങ്കര ധൈര്യശാലിയൊക്കെയാണ് ആള്. ഭയങ്കര ആ ഒരു രീതിയിൽ വളർന്നു വന്ന ഒരാളാണ്. അപ്പൊ ഇയാളെ കുറെ ചീത്ത പറഞ്ഞിട്ട് ചായ കുടിക്കാതെ ഇറങ്ങി. ഞാൻ ആകെ കൺഫ്യൂഷനായി. ഇപ്പൊ ഞാൻ വേഗം ചായ കുടിച്ചിട്ട് 2 ചായയുടെയും ക്യാഷ് കൊടുത്ത് അയാളോട് ഒരു സോറിയും പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോന്നു. അപ്പൊ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ പലയിടത്തും ചിലപ്പോൾ മെർജ് ആവുമായിരിക്കും. പക്ഷെ നമ്മുടെ കൂടെയുള്ള നമ്മളെ അക്കമ്പനി ചെയ്യുന്ന ഒരാള് അങ്ങനെ മെർജ് ആവാത്ത ഒരാളാണെങ്കിൽ നമ്മൾ പെടും ചില സ്ഥലങ്ങളിൽ. അതൊക്കെ ഓർത്ത് വേണം മുന്നോട്ട് പോവാൻ. ഓക്കെ, അപ്പൊ അത് സൊസൈറ്റിക്ക് കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി കുറച്ചൊരു പോർഷനേ ഉള്ളൂ, അതും കൂടെ അങ്ങ് റീഡ് ചെയ്യാലോ. കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കുഴപ്പമില്ലല്ലോ? ഇല്ല മിസ്, കുഴപ്പമില്ല മിസ്. അത് കംപ്ലീറ്റ് ആക്കിക്കോ. കാരണം ഇനിയിപ്പോ ക്രിസ്മസ് സെലിബ്രേഷനും വെക്കേഷനും അല്ലേ. ഓക്കെ മിസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിന് ഞാൻ PF എടുക്കാം, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഓക്കെ പ്ലീസ്. Instruction involves the social situation of a classroom
in which the teacher occupies the leader's positions. A role is thus wanted from the teacher and requires certain personality traits. It is well known that accomplishment is influenced by personality factors of a physically, socially, mentally, and emotionally healthy, productive individual. The importance of അത് വേണോ മിസ്? വായിച്ചോ. Important professional traits of a mentally health teacher are the following: good knowledge of subject matter in which he has specially, capacity and willingness to teach effectively and mastery of communication skills, ability and desire to improve professional skills and archive capacity through the study of professional books and magazines, capacity to work together to share experiences with other staff members, capacity to assume an attitude of individual responsibility and cooperative functioning, acceptance and understanding of children, realistic attention of the social expectations and an understanding of his social role, respect of identity and one's profession. ഓക്കെ, അപ്പൊ ഇതാണ് പറയുന്നത്. ബട്ട് നമ്മളൊരു ടീച്ചർ, ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർക്ക് വേണ്ടുന്ന പേഴ്സണാലിറ്റി ട്രെയിൻസ്, അതായത് ടീച്ചറെ വ്യത്യസ്തമാക്കുന്ന സ്വഭാവ ഗുണങ്ങൾ, അത് ഫിസിക്കലി, സോഷ്യലി, മെന്റലി, ഇമോഷണലി ഹെൽത്തി ആയിരിക്കണം. പിന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം. പിന്നെ എടുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം സ്പെഷ്യലായിട്ട്. പിന്നെ നല്ല രീതിയിൽ ടീച്ചിങ്, എഫക്റ്റീവായിട്ട് ടീച്ചിങ് നടത്താനും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതിലൊരു മാസ്റ്റർ ആയിരിക്കണം. പിന്നെ പ്രൊഫഷണൽ സ്കിൽസ് അച്ചീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, കൂടുതലായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. പ്രൊഫഷണൽ ബുക്സും മാഗസീൻസും എല്ലാം വായിച്ച് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യണം, അതിനുള്ള എബിലിറ്റി. പിന്നെ ഒറ്റയ്ക്കായിരിക്കില്ല ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോളേജോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നത്, വേറെയും സ്റ്റാഫ് കൊളീഗ്സ് ഉണ്ടാവും. അപ്പൊ ആ ഗ്രൂപ്പ് ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റണം നമ്മൾ മറ്റു ടീച്ചേഴ്സിനോട്, നമ്മൾക്കുണ്ടായ എക്സ്പീരിയൻസ് മറ്റു സ്റ്റാഫിനോട് ഷെയർ ചെയ്യണം. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്താൽ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. വേറൊരു ടീച്ചറുടെ അറിയുമ്പോൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു നല്ലൊരു അനുഭവമാണെങ്കിൽ അതും ഷെയർ ചെയ്യാം. അങ്ങനെ റെസ്പോൺസിബിലിറ്റി, പിന്നെ കോപ്പറേറ്റീവ് ഫങ്ഷനിങ്, സഹകരണ മനോഭാവം, അത്. പിന്നെ കുട്ടികളെ മനസ്സിലാക്കാനും അവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അവരെങ്ങനെയാണോ അങ്ങനെ ആ രീതിയിൽ തന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സൊസൈറ്റിയിൽ എന്റെ റോൾ എന്താണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള, ആ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ ഒരു കഴിവ്. പിന്നെ ഏതൊരു ജോലിയുടെയും ചെയ്യുന്ന ഏതൊരു ഇൻഡിവിജ്വലിനെയും അവർ ചെയ്യുന്ന പ്രൊഫഷൻ ഏത് തന്നെയാണെങ്കിലും അതിനെ റെസ്പെക്ട് ചെയ്യുക, ആളുകളെ അവരുടെ ആ ഒരു ഐഡന്റിറ്റി, സ്വയം നമുക്കുണ്ടാവണം റെസ്പെക്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർ. ഇതൊക്കെയാണ് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീച്ചർക്ക് ഉണ്ടാകേണ്ട പേഴ്സണാലിറ്റി ട്രേറ്റ്, സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ PFA എടുക്കാം. PFA നിങ്ങൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾക്ക് ഒരാളെ ഹീൽ ചെയ്യാനും നമ്മൾക്ക് നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൂളാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അതിന് ഭയങ്കരമായിട്ട് മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല. ഈ ചാപ്റ്റർ ആണോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ മാത്രമാണോ? ഇനി ഈ ചാപ്റ്ററും കൂടി ഇടേണ്ടി വരും. ഇതിന്റെ കൂടെ ഞാൻ തോന്നുന്നു ഉള്ളത്, അതും കൂടെ എടുത്തിട്ട്. ഓക്കെ മാം. ഇപ്പൊ PFA എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ല. PFA നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു എംപതി, ഒരു ലവ്വി, കെയറിങ്, അങ്ങനെ ഒരു മനസ്സുണ്ടായിരിക്കണം. മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൾക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ ആ കുറവുകളോടെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും PFA എടുക്കുക. ഓക്കെ, നിങ്ങളുടെ സെലിബ്രേഷൻ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് ഡേയിലായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. Okay, miss. Thank you, miss. Thank you, ma'am. Thank you, ma'am. Thank you for the class. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. മാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
മാം അന്ന് പറഞ്ഞിരുന്നില്ലേ ഫെബ്രുവരിയിലേക്ക് പ്രാക്ടിക്കൽസ് ആക്കാം വരുന്ന ടൈമിനനുസരിച്ചെന്ന് പറഞ്ഞിരുന്നില്ലേ? ഓക്കെ അപ്പം അപ്പം മാം ഞാൻ വരുമ്പോ നമ്മുടെ റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്തത് ഇവിടുന്ന് എടുത്തിട്ട് വരണോ നാട്ടിലേക്ക്, അതോ എങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ എന്നൊന്ന് പറയുമോ? ഓക്കെ. ഐശ്വര്യ അങ്ങനെ ക്യാരി ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? കാരണം നമുക്ക് ലഗേജ് കൂടുതലാവും എല്ലാം. സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റുമോ? സ്റ്റുഡന്റ് ആണെങ്കിൽ കുറച്ച് നമ്മളിവിടുത്തെ സ്റ്റുഡന്റ് ആണെന്ന് തന്നാ മതിയല്ലോ. പിന്നെ മാം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ആക്ടിവിറ്റി ഒക്കെ അവര് ബാഗ് എടുത്ത് എറിയുമ്പോ അതെല്ലാം പോകും. അത് കൊണ്ടുവരരുത്, അത് ഒരു കാരണവശാലും കൊണ്ടുവരരുത്. കാരണം അത് അവിടെ തന്നെ കീപ്പ് ചെയ്യുക. അതിന്റെ ഒരു സെൽഫി പിക്കോ അല്ലെങ്കിൽ സെൽഫി ഷോർട്ട് വീഡിയോയോ എടുത്തു വെക്കുക. ഓക്കെ, ഞാൻ റെക്കോർഡിന്റെ അതുപോലെ തന്നെ എല്ലാം വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ട് വന്നാൽ മതിയാവോ ചെയ്തതെല്ലാം? റെക്കോർഡിൽ പിന്നെ കുട്ടികളെ സൈനും സീലും ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ മാക്സിമം റെക്കോർഡ് മാത്രം എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കും. ഇങ്ങനെ സ്റ്റുഡന്റ് അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. മോള് പറഞ്ഞ കേട്ടാണ് 20 കിലോ ഉണ്ട്. ഇന്റർനാഷണൽ ഓക്കെ, ഞാൻ അത് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. മിസ് പറഞ്ഞ റൈംസും സ്റ്റോറീസും എല്ലാം നമ്മൾ ഇംഗ്ലീഷിലല്ലേ എഴുതുന്നത്, ഒന്നും മലയാളത്തിലില്ലല്ലോ? മലയാളത്തിലല്ല. മിസ് ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു ഒരു കഥ, ഒരു ചെറുക്കന്റെ കഥ പറഞ്ഞില്ലായിരുന്നു, ഈ കടയിൽ ചെന്നിട്ട് ഇഷ്ടമല്ലാത്ത ചായ കിട്ടിയില്ലെന്ന് പറഞ്ഞ. എന്റെ ഇളയ മോൻ അതുപോണൊക്കെ മിസ്. അവൻ കഴിക്കുന്ന പാത്രത്തിൽ ഇപ്പൊ ഒരാൾ എന്തെങ്കിലും വന്ന് എടുക്കുമെന്ന് പിന്നെ അവനത് കഴിക്കത്തില്ല. അവൻ ഇഷ്ടമല്ലാത്ത സാധനം ആ പാത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവൻ ആ ഫുഡ് വൈകിട്ട് കഴിക്കത്തേ ഇല്ല. അവൻ ഇഷ്ടമുള്ളത് എന്താണോ അത് മാത്രമേ കഴിക്കത്തുള്ളൂ. ആൾക്ക് 3 വയസ്സായേ ഉള്ളൂ. പക്ഷെ ഭയങ്കര നിർബന്ധമായി. ഇപ്പൊ അവൻ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം കഴിച്ചോണ്ടിരിക്കുക. അവന്റെ ചേട്ടൻ വന്ന് ഇച്ചിരി എടുക്കുക. രണ്ടുപേരും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. മൂത്ത ആൾക്ക് 5 വയസ്സും ഇളയത് 3 വയസ്സേ ഉള്ളൂ. ഇപ്പൊ എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കുവെന്ന് വെച്ചാൽ അവൻ ഇച്ചിരി വന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയാൽ മതി, അവനടുത്തങ്ങ് വലിച്ചെറിയും. പിന്നെ അവൻ കഴിക്കില്ല. അവൻ എന്ത് കഴിക്കുന്നോ അതിപ്പോ വേറൊരാൾ വന്ന് കഴിക്കുന്നത് അവന് ഇഷ്ടമല്ല, അവന്റെ പാത്രത്തിൽ നിന്ന് ഒരാൾ കഴിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഭയങ്കര നിർബന്ധമാ. കൊറേ നോക്കുന്നുണ്ട്. പറയണം ഇത് നീ ചേട്ടനും കൂടെ കഴിക്കാൻ പറയണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും തമ്മിൽ ഇച്ചിരി ചേരാറേയുണ്ട്. ചേട്ടന് എത്ര വയസ്സായി? 5 വയസ്സ്. 2 വയസ്സിന്റെ വ്യത്യാസം. അപ്പൊ അവനും ശരിക്കും പറഞ്ഞ കുഞ്ഞാണ് അല്ലെ? 5 വയസ്സുകാരനും അവനും മെച്ചൂർ. അതെ അതെ അതെ, രണ്ടുപേരും കൂടെ ഭയങ്കര ഇച്ചിരി വേദാടിയാണ്. ഇടയ്ക്ക് ചേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാൻ പറയാം. ഇടയ്ക്ക് അനിയന്റെ കയ്യിൽ കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാൻ പറയാം. ഇല്ല, ചേട്ടൻ ഇച്ചിരി പാവമാ. ചേട്ടൻ ഇച്ചിരി ഒതുങ്ങി കൂടുന്ന ഒരു ടൈപ്പ്. അവനിപ്പോ അങ്ങനെ നിർബന്ധം പിടിക്കുവാണെങ്കിൽ അവനങ്ങ് വിട്ടുകൊടുക്കും. നീ എന്നാ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ അവനങ്ങ് വിട്ടുകൊടുക്കും. പക്ഷെ ഇളയതാണ് ഇച്ചിരി വാശിയോടെ നിൽക്കുന്നത്. മിസ്സിപ്പോ കാര്യം പറഞ്ഞപ്പോ ഞാനിങ്ങനെ അവനോട് കാര്യം ഓർത്തു പോയി. മാറുമായിരിക്കും. ഓക്കെ മിസ്. ഓക്കെ.